സാമ്പാർ എങ്ങനെ ഉണ്ടാട്ടാ? സാമ്പാർ ഞാൻ പുളിങ്കറി സാമ്പാർ കറിയാക്കാതെ സാമ്പാർ പരിപ്പിട്ടിട്ടുണ്ടല്ലോ. അത് നേരത്തെ പറഞ്ഞാൽ മതി. ഇത് പുളിങ്കറി തന്നെ പറഞ്ഞു കാര്യത്തോടെ അമ്മ സാമ്പാർ പിള്ളേരെ പറഞ്ഞ് പഠിപ്പിക്കണേ. ഇത് പിന്നെ പിള്ളേരെ പറഞ്ഞാൽ സാമ്പാർ ആണെന്ന് പറയണ്ട, പുളിങ്കറി പറഞ്ഞാൽ ഈ പുളിങ്കറി സൂപ്പർ. പുളിങ്കറിയിൽ അറിയാതെ പരിപ്പ് കിടന്നു എന്ത് സത്യം പുളിങ്കറി സൂപ്പർ. സാമ്പാറിന് പറയാറുണ്ട്. അതായത് ഈ പച്ചക്കറി കാരണം അരിഞ്ഞിട്ട് വേവിച്ചപ്പോഴ് അറിയാതെ 2-3 പരിപ്പ് പുളിങ്കറി എന്നറിയപ്പെടുന്നു. സാമ്പാർ എല്ലാ കഷ്ണങ്ങളും വേണം, ഉള്ള കഷ്ണങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തട്ടിക്കൂട്ടിയ സാമ്പാർ അതെല്ലാം ഓക്കെ. നീ ഇങ്ങനെ പറഞ്ഞ വേറെ ഒരു കറിയുള്ള പുളിങ്കറി എന്നുള്ള രീതിയിൽ സൂപ്പർ സാധനം. പക്ഷെ സാമ്പാർ എന്ന പേരിൽ നീ അറിയപ്പെടരുത്. പിള്ളേരെ കൊടുത്താൽ മതി. പുളിങ്കറി എന്ന് പറഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല. അറിയാതെ 2-3 പരിപ്പും 2-3 ഉള്ളി അതിനകത്ത് വീഴുന്നു. പുളിങ്കറി എന്നുള്ള രീതിയിൽ സൂപ്പർ. സത്യം.